ബ്രൂവറി വിവാദത്തിലേക്ക് വരാം. LDF-ൽ ഒറ്റപ്പെട്ട CPI-ക്ക് പിന്നാലെ ജനതാദൾ എസും ബ്രൂവറിക്കെതിരെ രംഗത്തെത്തിയതോടെ CPM പ്രതിരോധത്തിലായി. CPI അനുനയിപ്പിക്കുന്നതിനിടെയാണ് ജനതാദളിലെ പൊട്ടിത്തെറി. എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് മാത്രമേ പദ്ധതി നടപ്പിലാക്കൂ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു. എല്ലാ അനുവാദവും വാങ്ങി അതിനുശേഷം മാത്രമേ അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം തന്നെ ആരംഭിക്കുള്ളൂ. ബ്രൂവറി എന്ന് പറയുന്നതിൻ്റെ അവസാനത്തെ ഘട്ടമാണ്. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം, രണ്ടാമത്തെ ഘട്ടം, മൂന്നാമത്തെ ഘട്ടം, നാലാമത്തെ ഘട്ടം അതൊക്കെ ആവശ്യമായ ചർച്ച നടത്തിയിട്ട് മാത്രമേ തീരുമാനിക്കൂ. അവരോട് ചോദിച്ചാൽ മതി. അതെല്ലാം അവരോട് ചെയ്യും. അതാത് ആളോട് ചോദിക്കും. അതിന് ഞാൻ മറുപടി കാര്യം ആയിക്കോട്ടെ. അതൊക്കെ മന്ത്രിസഭ തീരുമാനിക്കേണ്ടതല്ലേ, അവർ ചർച്ച ചെയ്യേണ്ടതല്ലേ. ഞാനെന്തിനാ അതിനെപ്പറ്റി വിശദീകരിക്കേണ്ട കാര്യം? അതെ, അതിന് ചർച്ച ചെയ്യുന്നില്ലേ പറഞ്ഞു. എല്ലാവരും ആരുമായിട്ടും ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ ആർക്കും തർക്കമുള്ളത്. പ്രജിത് മോഹനൻ ചേരുന്ന വിവരങ്ങളുമായി. പ്രജിത്ത്, ഈ CPI-യുടെ നിലപാട് ഇന്നത്തെ അവരുടെ മുഖപത്രത്തിലെ ലേഖനത്തിൽ കണ്ടതാണ്. കൃത്യമായി നിലപാടെടുത്തിട്ടുണ്ട് ഈ വിഷയത്തിൽ. ബ്രൂവറി മദ്യശാലയ്ക്കെതിരെയുള്ള നിലപാട്. അതിന് പിന്നാലെയാണ് ജനതാദൾ എസിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മന്ത്രി എടുത്ത നിലപാടിനോടുള്ള അതൃപ്തി വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ ഘടകകക്ഷികളിൽ ഒന്നാകെ തന്നെ വലിയ എതിർപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇവരെയൊക്കെ എങ്ങനെ അനുനയിപ്പിക്കാനാകും? ആ വാക്ക് വളരെ പ്രധാനമാണ്. അനുനയിപ്പിക്കുക എന്നുള്ളതാണ്. അനുനയിപ്പിച്ചുകൊണ്ട് പദ്ധതിയുമായി മുന്നോട്ട് പോവുക, ഇതാണോ CPM ആഗ്രഹിക്കുന്നത്? അത്തരമൊരു അനുനയത്തിന് ഇനി സ്കോപ്പുണ്ടോ എന്നുള്ളൊരു സംശയം എന്തായാലും നിലനിൽക്കുന്നുണ്ട് വീണ. കാരണം CPI-യെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു CPM നേരത്തെ സ്വീകരിച്ചിരുന്ന ഒരു നിലപാട്. പ്രത്യേകിച്ച് ഈ വിവാദമായിട്ടുള്ള കമ്പനി ഭൂഗർഭജലം ഉപയോഗിക്കില്ല, കുടിവെള്ള പ്രശ്നം ഉണ്ടാകില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം CPI-യെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഇതിന് സെക്രട്ടറിമാരുടെ ഒരു ചർച്ച കഴിഞ്ഞ കുറച്ചു കാലമായി CPI സെക്രട്ടറി തലത്തിലുള്ള ചർച്ചകൾ നടക്കാറില്ല. കാരണം മുൻപ് അത്തരം ഒരു സമീപനം സ്വീകരിച്ചിരുന്നു. പെട്ടെന്ന് ഇത്തരത്തിൽ വിവാദമായേക്കാവുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകകക്ഷികൾ എന്ന നിലയിൽ CPM-ന്റെയും CPI-യുടെയും സംസ്ഥാന സെക്രട്ടറിമാർ ഒരു ഉഭയകക്ഷി ചർച്ച പോലെയൊക്കെ നടക്കുന്ന ഒരു കാര്യം, ഒരു സ്വാഭാവികത നിലനിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ചർച്ചയിലൂടെ പോയി ഈ വിഷയത്തിൽ CPI ഒന്ന് അനുകൂലി നിലപാടിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതായിരുന്നു CPM-ന്റെ പ്രതീക്ഷ. പക്ഷേ ഇന്നത്തെ CPI-യുടെ മുഖപത്രത്തിൽ വന്ന ലേഖനത്തോടെ അത്തരത്തിലുള്ള ചർച്ചകൾക്കുള്ള സാധ്യതകൾ കൂടി ഒരു വട്ടത്തിൽ കുറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. പൂർണ്ണമായും CPI ഈ പറയുന്ന പദ്ധതിയെ എതിർക്കുകയാണ്. CPI-ക്ക് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാതിരിക്കാനും കഴിയില്ല. കാരണം പാലക്കാട് ജില്ലാ ഘടകമടക്കം എലപ്പുള്ളിയിൽ ഒരു ബ്രൂവറി പ്ലാന്റ് വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് പോയിരിക്കുന്നു. CPI-യുടെ സംസ്ഥാന കൗൺസിൽ അടക്കം അക്കാര്യത്തിൽ വലിയ വിമർശനങ്ങളും ഉയർന്നു. അക്കാര്യം ഇനിയിപ്പോൾ ഈ പ്ലാന്റ് വേണ്ട എന്നുള്ളൊരു നിലപാട് അത് അടുത്ത ചേരുന്ന LDF യോഗത്തിൽ CPI അറിയിക്കാൻ CPI സംസ്ഥാന സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ അനുനയ ചർച്ചകൾ ഉണ്ടാകട്ടെ എന്നുള്ളൊരു സമീപനം സ്വീകരിച്ച CPM നിൽക്കുന്ന സമയത്താണ് ഇന്ന് CPI ഈ രീതിയിൽ അവരുടെ ഔദ്യോഗിക മാധ്യമത്തിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു നിലപാട് അറിയിക്കുന്ന രീതിയിലേക്ക്, അത് പരസ്യമായ എതിർപ്പ് അറിയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത്. തൊട്ടു പിന്നാലെ അടുത്ത വാർത്ത പുറത്തു വരുന്നു. ജനതാദൾ എസിലും ഇത് സംബന്ധിച്ച വലിയ വിമർശനം ഉയരുന്നു എന്നുള്ളത്. JDS-ന്റെ സംസ്ഥാന ഭാരവാഹി യോഗം ഒരു ഇടവേളയ്ക്ക് ശേഷം ചേരാനിരിക്കെ ഈ വിഷയത്തിൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ മന്ത്രിസഭാ യോഗത്തിൽ ഇത്തരമൊരു നിർദ്ദേശം വന്ന സമയത്ത് അത് പാർട്ടിയെ യഥാസമയം അറിയിക്കാതെ, കാര്യമായൊരു എതിർപ്പ് ഉയർത്താതെ ബ്രൂവറി അനുകൂലിച്ച മന്ത്രി K കൃഷ്ണൻകുട്ടിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പിൻവലിക്കണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളും ഇപ്പോൾ ജനതാദൾ എസിൽ JDS-ൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗം ജില്ലാ പ്രസിഡന്റുമാർ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർക്ക് കത്ത് നൽകുന്ന സാഹചര്യവും ജനതാദൾ ഉണ്ടായിട്ടുണ്ട്. അതായത് CPI ഒരു തരത്തിൽ പറഞ്ഞു നിർണ്ണയിപ്പിക്കണം എന്നുള്ള ആലോചനകൾക്കിടയിൽ CPM നിൽക്കുമ്പോൾ CPI തുറന്ന് അവരുടെ മുഖപത്രത്തിൽ ലേഖനം എഴുതുന്നു. അതോടൊപ്പം ഇതാ മറ്റൊരു ഘടകകക്ഷി കൂടി എതിർപ്പറിയിച്ച് മന്ത്രിയെ പിൻവലിക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ആ പാർട്ടിക്കുള്ളിലും പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ബ്രൂവറി വിവാദത്തിൽ ഏതാണ്ട് CPM മുന്നണിക്കുള്ളിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കേണ്ടത്. അതോടൊപ്പം നമ്മൾ ഇതിനു മുൻപുണ്ടായ പ്രധാനപ്പെട്ട വിവാദമായിട്ടുള്ള വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ വരികയും ഘടകകക്ഷികൾ തന്നെ എതിർപ്പ് ഉയർക്കുന്ന ഒരു സാഹചര്യം വരികയും ചെയ്യുന്ന സമയത്ത് ഒടുവിൽ സർക്കാർ, മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്ന് അത്തരം ഒരു തീരുമാനത്തിൽ നിന്ന്, ഭേദഗതിയിൽ നിന്ന് തങ്ങൾ പിന്നോട്ട് പോവുകയാണ് എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തേണ്ടി വന്ന സാഹചര്യമുണ്ട്. അങ്ങനെ തുടർച്ചയായി രണ്ടാമത്തെ തീരുമാനവും ഒരുപക്ഷെ സർക്കാരിനെ പിൻവലിക്കേണ്ടി വരുമോ എന്നുള്ള ചർച്ചകൾ കൂടി ആരംഭിക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. പ്രത്യേകിച്ച് എലപ്പുള്ളിയിലെ ഈ പറയുന്ന വിവാദമായിരിക്കുന്ന ഒയാസിസ് കമ്പനിക്ക് അനുമതി നൽകിയിരിക്കുന്ന ബ്രൂവറി പ്ലാന്റിന് ആ അനുമതി സർക്കാർ പിൻവലിക്കേണ്ടി വരുമോ
എന്നുള്ള ഒരു കൗതുകരമായ സാഹചര്യം എന്തായാലും ഉടലെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഊന്നിയായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ ചർച്ച നടക്കുക. എന്തായാലും സർക്കാർ ഇപ്പോഴും പറയുന്നത് ഈ വിഷയത്തിൽ ഈ പറയുന്ന ആരോപണങ്ങൾക്കൊന്നും സ്കോപ്പില്ല എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഇന്ന് രാവിലെ കൂടി മറ്റ് വകുപ്പുകൾ പോലും അറിയാതെയാണ് ഇത്തരത്തിൽ ബ്രൂവറിക്ക് അനുമതി നൽകുന്നത് എന്ന രീതിയിലുള്ള തെളിവുകൾ പോലും പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ എന്താണ് എക്സൈസ് വകുപ്പ് മന്ത്രിക്കും സർക്കാരിനും പറയാനുള്ളത് എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. അതോടൊപ്പമാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞൊരു വാചകം നമ്മൾ പരിഗണനയിൽ എടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് എല്ലാവരെയും ബോധ്യപ്പെടുത്തി മാത്രമേ ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകൂ എന്നുള്ളതാണ്. അപ്പോൾ CPI പൂർണ്ണമായും എതിർപ്പറിയിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ JDS ഒരു കലഹത്തിലേക്ക് തന്നെ ഈ വിഷയം എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി അതുമായി ബന്ധപ്പെട്ട് സർക്കാർ അല്ലെങ്കിൽ CPM മുന്നോട്ട് പോകാനുള്ള സമ്മതം CPM നൽകുമോ എന്നടക്കമുള്ള കൗതുകകരമായ ചർച്ചകൾ എന്തായാലും വരും ദിവസങ്ങളിൽ നടക്കുന്നതായിരിക്കും. വീണ, ശരി പ്രജിത്ത്, ഏതായാലും CPIക്ക് പിന്നാലെ ജനതാദൾ എസിലും ഈ വിഷയത്തിൽ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. CPM ആകെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അനുനയ ശ്രമങ്ങൾക്കൊന്നും ഇനി സാധ്യതയില്ല എന്നുള്ളത് വാസ്തവമാണ്. നോക്കാം എങ്ങനെ ചിന്തിക്കുന്നു എന്ന്. ഇപ്പോഴും പക്ഷെ വലിയ ആത്മവിശ്വാസത്തിലാണ് CPM എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.